بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം മുഴുവൻ ഗസയിലെ പോരാട്ടത്തെ ചേർത്ത് നിർത്തുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ അതിനോട് ഐക്യദാർഢ്യപ്പെടാൻ, ആ പോരാട്ടത്തെ ഉപാധികളില്ലാതെ ചേർത്ത് നിർത്താൻ SIO വേദിയൊരുക്കിയിരിക്കുകയാണ്. ഈ പോരാട്ടത്തിന് 200 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് പോരാളികളുടെ നേതാവ് അബൂ ഉബൈദ നടത്തുന്നൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ചെറുത്തുനിൽപ്പിനെ ഇല്ലാതെയാക്കാൻ, ചെറുത്തുനിൽപ്പിനെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. നിങ്ങളാലോചിച്ച് നോക്കുക, ലോക ചരിത്രത്തിൽ ഇത്രയും ക്രൗര്യം പുറത്തെടുത്ത ഒരു പോരാട്ടം വേറെ ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഗസയിലും റഫയിലും ജബലിയയിലും യൂനുസ് ഖാൻ ടെൻറ്റുകളിലുമൊക്കെ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആക്രമണത്തിൽ നമുക്കറിയാം 40,000-ഓളം ആളുകൾ രക്തസാക്ഷികളാണ്. അതിലും 1/3 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ തകർത്തത് UN സ്കൂളാണ്, UN അഭയാർത്ഥി ക്യാമ്പുകളാണ്. റഫ എന്ന് പറഞ്ഞത് UN അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പാണ്. ഈ അഭയാർത്ഥി ക്യാമ്പാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ നമ്മളെല്ലാവരും വീഡിയോകളിലും ചിത്രങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. UN അഭയാർത്ഥി ക്യാമ്പ് കരിച്ചു കളയുന്ന ആദ്യത്തെ യുദ്ധമാണിവിടെ. 98 UN വളണ്ടിയർമാർ കൊല ചെയ്യപ്പെട്ട ലോകത്തെ ആദ്യത്തെ യുദ്ധമാണിത്. 48 റെപ്യൂട്ടഡ് പത്രപ്രവർത്തകർ ലോകത്ത് കൊല ചെയ്യപ്പെട്ട യുദ്ധമാണിത്. 260 പള്ളികൾ, മസ്ജിദുകൾ തകർക്കപ്പെട്ട യുദ്ധമാണിത്. 16ഓളം ചർച്ചുകൾ തകർക്കപ്പെട്ട യുദ്ധമാണിത്. അതുപോലെ തന്നെ മില്യൺ കണക്കിന് ബിൽഡിങ്ങുകൾ തകർത്ത് തരിപ്പണമാക്കിയ യുദ്ധമാണിത്. പോരാത്തതിന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് റേഷനായി UN ഏജൻസികൾ നൽകുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും പിടിച്ചു വച്ചിരിക്കുകയാണ്. അല്പസമയം മാത്രം ചില ട്രക്കുകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. പരിമിതമായ ഭക്ഷണ സൗകര്യങ്ങളാണുള്ളത്. നിങ്ങൾക്കറിയാം, ഭക്ഷണ സാധനങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ജോർദാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ പാരച്യൂട്ടിലും ഹെലികോപ്റ്ററിലുമാണ് താഴേക്കിടുന്നത്. ആ ഭക്ഷണ സാധനങ്ങൾ തലയിൽ വീണ് 24 ആളുകൾ മരിച്ചു. അത് കണ്ട് ജോർദാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചത് ഭക്ഷണത്തിൻ്റെ കിറ്റുകൾ കടലിലിടാമെന്നാണ്. കടലിൽ നീന്തിയെടുത്തോട്ടെ, എന്നാൽ ആളുകളുടെ തലയിൽ വീഴില്ലല്ലോ എന്നാണ്. അങ്ങനെ കടലിൽ നീന്തിയെടുക്കാൻ പോയി 18ഓളം ആളുകൾ മുങ്ങി മരിച്ചു. മണ്ണും മാവും കുഴച്ചാണ് ആളുകൾ ഭക്ഷിക്കുന്നത്. 10,000-കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. കാരണം 240 ദിവസമായി വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. കുളിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് തലമുടി കഴുകുക എന്ന് സഹോദരിമാർക്കറിയാം.
അപ്പോൾ 10,000-കണക്കിന് സ്ത്രീകൾ അവരെ തലമുടി മുഴുവനായും കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ കുട്ടികൾ, നമുക്കറിയാം, യുവാക്കൾ നോമ്പിന് മുമ്പും നോമ്പിന് ശേഷവും ഏകദേശം 6 മാസമായി റമദാൻ ആചരിക്കുന്ന സ്ഥലമാണ് ഗസ എന്ന് പറയുന്നത്. അവരെല്ലാവരും നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരവരെ കിട്ടുന്ന റേഷനായി കിട്ടുന്ന റൊട്ടിയോ അല്ലെങ്കിൽ ഒലീവ് കായോ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ചെറുപ്പക്കാർ കുട്ടികൾക്ക് നൽകുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് നൽകുകയാണ്. അവരവരുടെ ഭക്ഷണം ത്യജിക്കുകയാണ്. നോമ്പ് തുറക്കാൻ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. അങ്ങനെ നിരന്തരമായ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഹോസ്പിറ്റലുകൾ, ലോക ചരിത്രത്തിൽ ഇത്രയും ഹോസ്പിറ്റലുകൾ തകർത്ത ഒരു യുദ്ധവും നമ്മൾ കണ്ടിട്ടില്ല. 50ഓളം ഹോസ്പിറ്റലുകളാണ് ഗസയിൽ തകർത്തത്. 50ഓളം പ്രസിദ്ധമായ ഹോസ്പിറ്റൽ, അൽ ഷിഫ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളാണ്. അതേസമയം ഇങ്ങനെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുകയും ധാരാളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും അവരുടെ കിടപ്പാടവും ബിൽഡിങ്ങുകളും ആരാധനാലയങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും അവരുടെ അവസാനത്തെ അഭയമായ എല്ലാം തച്ചു തകർത്തിട്ടും ആ ജനത ചെറുത്തുനിൽപ്പിൽ അസാമാന്യമായ നിശ്ചയദാർഢ്യം വെച്ച് പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അബൂ ഉബൈദ പറഞ്ഞത്, ചെറുത്തുനിൽപ്പിനെ പരിക്കേൽപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. ഇസ്രായേലിന് ഇതുവരെ സാധിക്കാത്തത് ആ പോരാട്ടത്തെ സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇരുമ്പ് മതിൽ കെട്ടി യഥാർത്ഥത്തിൽ യജൂജ് മജൂജിൻ്റെ അധിനിവേശത്തെ ചെറുത്ത ദുൽഖർനൈൻ രാജാവിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ ടണലുകൾ കുഴിച്ച്, സ്റ്റീലിൻ്റെ വലിയ ടണലുകൾ കുഴിച്ച് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അധിനിവേശത്തെ ചെറുത്ത് നിൽക്കുകയാണ്. 500 കിലോമീറ്റർ ദൈർഘ്യമുള്ള 70 അടി ആഴമുള്ള അതുപോലെ മുഴുവൻ സ്റ്റീൽ, ടൺ കണക്കിന് സ്റ്റീലുകളുടെ നിർമ്മാണമാണ് ടണൽ എന്ന് പറയുന്നത്. യഥാർത്ഥം നമുക്കറിയാം, റഫ ബോർഡറിലൂടെ സ്റ്റീലോ കമ്പിയോ അല്ലെങ്കിൽ സിമൻറ്റോ ഗസയിലേക്ക് കടത്തുകയാണെങ്കിൽ അതെന്തിനാണ് കടത്തുന്നത്, ആരാണ് കടത്തുന്നത് എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഒരു ചാക്ക് സിമൻറ്റ് ഗസയിലേക്ക് റഫ ബോർഡർ വഴി കടത്താൻ അനുവാദമുള്ളൂ. ആ സ്ഥലത്താണ് ടൺ കണക്കിന് സ്റ്റീലും ടൺ കണക്കിന് സിമൻറ്റും ഉപയോഗിച്ച് 500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണൽ നിർമ്മിച്ച് യജൂജ് മജൂജിൻ്റെ അധിനിവേശത്തെ ചെറുത്തതുപോലെ ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാചക്രവർത്തി യജൂജ് മജൂജിൻ്റെ അധിനിവേശത്തെ തടുത്തതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും ആക്രമകാരികളായ, നേരും നെറിയുമില്ലാത്ത ക്രൂരതയുടെ പര്യായമായ, ലോകത്ത് അനീതിക്ക് സമം ചേർത്തെഴുതാൻ പറ്റുന്ന ലോകത്ത് ആധുനിക പദാവലിയായ നെതന്യാഹും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ, സംവിധാനങ്ങൾ, ആ സംവിധാനത്തെ ചെറുത്തു നിൽക്കുന്നത് ഇത്രയും വലിയ ടണൽ കുഴിച്ചുകൊണ്ടും ടണൽ നിർമ്മിച്ചുകൊണ്ടുമാണ്. അങ്ങനെ ടണൽ നിർമ്മിച്ച് മുതുക് വളഞ്ഞു പോയ 100 കണക്കിന് ചെറുപ്പക്കാർ ഗസയിൽ ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, നിരന്തരം കുനിഞ്ഞു കുഴിച്ചതുകൊണ്ട് മുതുക് നിവർത്താൻ ശേഷിയില്ലാത്ത മനുഷ്യർ. ആ ജനതയുടെ ഇച്ഛാശക്തിയെ പരാജയപ്പെടുത്താൻ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഗസക്കാരെ സന്തോഷിക്കുവിൻ എന്നാണ്. ഗസക്കാരെ നിങ്ങൾ സന്തോഷിക്കുവിൻ, കാരണം ലോകത്തെ ചെറുപ്പം മുഴുവൻ നിങ്ങളുടെ കൂടെയാണ്. ലോകത്ത് നേരും നിറയും ഉള്ള നീതിബോധമുള്ള ചെറുപ്പം മുഴുവൻ നിങ്ങളുടെ കൂടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ആയുധപരമായും സാമ്പത്തികമായും സഹായിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇസ്രായേലിൻ്റെ 51ാമത്തെ സ്റ്റേറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അകത്തുള്ള എല്ലാ സ്റ്റേറ്റിനേക്കാളും അമേരിക്ക പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരു രാജ്യവും സ്വന്തം ബജറ്റിൽ മറ്റൊരു രാജ്യത്തിന് ഫണ്ട് വകയിരുത്താറില്ല.
പക്ഷെ അമേരിക്ക കൊല്ലാകൊല്ലം അവരുടെ ബജറ്റുകളിൽ കോടിക്കണക്കിന് ഡോളർ, മില്യൺ കണക്കിന് ഡോളറുകൾ നീക്കിവെക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ അമേരിക്കയുടെ നടുത്തളത്തിലാണ് എൻക്യാമ്പ്മെൻ്റ് സമരങ്ങൾ, ടമ്പ് കെട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണുന്നത്. 144ഓളം ക്യാമ്പസുകളിലാണ് അമേരിക്കയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ, UK-യിൽ, കാനഡയിൽ, അതുപോലെ ഫ്രാൻസിൽ, ജർമ്മനിയിൽ വരെ. നമുക്കറിയാം ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ചരിത്രം. ഇസ്രായേൽ വിരുദ്ധ സമരം നടത്തിയാൽ, ഫലസ്തീൻ അനുകൂലമായ എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് നടത്തിയാൽ അത് രാജ്യദ്രോഹ കുറ്റമായി വിലയിരുത്തുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും ജർമ്മനിയും എന്ന് പറയുന്ന രാജ്യങ്ങൾ. അവിടെ വരെ വിദ്യാർത്ഥികൾ തമ്പ് കെട്ടി ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നെഞ്ചുവിരിച്ച് സമരം ചെയ്യുന്നത് അമേരിക്കയിലാണ്. റേച്ചൽ കോറി എന്ന് പറയുന്ന ഇസ്രായേൽ ബുൾഡോസർ കയറ്റി അതിക്രൂരമായ രീതിയിൽ വധിച്ച മനുഷ്യാവകാശ പ്രവർത്തകയുടെ ക്യാമ്പസാണ് ആദ്യമായി അമേരിക്കയിൽ അക്കാഡമിക് ബഹിഷ്കരണം നിർവഹിച്ചത്. ഇസ്രായേലുമായി ഞങ്ങൾക്കൊരു അക്കാഡമിക് തലത്തിലുള്ള സഹകരണവുമില്ല എന്ന് പ്രഖ്യാപിച്ചത് ആ ക്യാമ്പസാണ്. അതുപോലെ കൊളംബിയയിലെ സർവകലാശാലയിലെ ക്യാമ്പസുകൾ, അതുപോലെ ഓരോ ക്യാമ്പസുകളും അക്കാദമികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ ഇസ്രായേൽ പ്രൊഫസർമാരെ പങ്കെടുപ്പിക്കില്ല. അവരുമായുള്ള അക്കാദമിക് സഹകരണങ്ങൾ മാത്രമല്ല, അവരുമായി അക്കാദമിക തലത്തിൽ നടത്തിയിട്ട് മില്യൺ കണക്കിന് ഡോളറുകളുടെ കരാറുകൾ റദ്ദാക്കുമെന്ന് പല ക്യാമ്പസിൻ്റെയും അതോറിറ്റികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ലോകത്തെ ചെറുപ്പം എഴുന്നേറ്റ് നിന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ലോകം മുഴുവൻ ഫലസ്തീനിലേക്ക് ചുരുങ്ങി എന്നതാണ്. ലോകം മുഴുവൻ ഫലസ്തീനിലേക്ക് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ് ആൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന മുദ്രാവാക്യം. എല്ലാ കണ്ണുകളും ശരീരവും മനസ്സും നിലപാടുകളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയമായ അതുപോലെ തന്നെ രാഷ്ട്രീയമായ അധികാരങ്ങളുമെല്ലാം ഫലസ്തീനിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഫലസ്തീനെ കുറിച്ചൊരു നിലപാട് പറയാതെ ലോകത്തെ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഗസ സൃഷ്ടിച്ചിരിക്കുകയാണ്, റഫ സൃഷ്ടിച്ചിരിക്കുകയാണ്, ജബലിയ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനൊരു സ്വപ്ന പദ്ധതിയുണ്ട്. അത് മസ്ജിദുൽ അക്സ തകർക്കലാണ്. മസ്ജിദുൽ അക്സ തകർത്ത് ഹൈക്കൽ സുലൈമാനി ഉണ്ടാക്കലാണ്, സോളമൻ ടെമ്പിൾ നിർമ്മിക്കലാണ്. ആ സോളമൻ ടെമ്പിൾ നിർമ്മിക്കാൻ അവരുടെ മതഗ്രന്ഥവും അവരുടെ രാഷ്ട്രീയ മീമാംസകളും പഠിപ്പിക്കുന്ന ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെന്ന് പറയുന്നത് വിശുദ്ധ പശുവിനെ ബലിയെറുക്കണമെന്നാണ്. സ്വർണ്ണ പശു എന്നാണ് അതിന് പറയുക. അപ്പം 100 കണക്കിന് ആ കളറുള്ള പശുവിനെ അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ട് വർഷങ്ങളായി ഇസ്രായേൽ. അതുപോലെ കുദുസിലേക്കുള്ള ടണല് കുഴിച്ച് കുദുസിനെ ഒന്നാകെ തകർക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് മാസങ്ങളായി കാത്തു നിൽക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ ഹൈക്കൽ സുലൈമാനി നിർമ്മിക്കുവാൻ ആവശ്യമായ മെറ്റീരിയൽ ഇറക്കുമതി കാത്തു വെക്കുമ്പോഴാണ് 1987 നമുക്കറിയാം ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ധീരനായ പോരാളി രൂപം നൽകിയ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിലെ അവശേഷിക്കുന്ന മുഴുവൻ ശക്തിയും പുറത്തെടുത്ത് തൂഫാനുൽ അക്സ ഉണ്ടാക്കുന്നത്. ഈ തൂഫാനുൽ അക്സ ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതിയാണ് തകർത്തത്. അതിൻ്റെ മുമ്പ് UN എന്ന് പറയുന്ന രാജ്യങ്ങളുടെ സംവിധാനത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, ഇസ്രായേലിൻ്റെ പ്രതിനിധി പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം മാപ്പ് പിടിച്ചിരിക്കുകയാണ്. ആ മാപ്പിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം പറയുന്നു, ചില സ്ഥലങ്ങൾ മാത്രമാണ് ഫലസ്തീൻ്റെതുള്ളത്. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ലോകത്ത് ഇനി അപ്രത്യക്ഷമാകുന്ന കാലമാണ്. ഫലസ്തീന് മാപ്പില്ലാത്ത കാലം വരാൻ പോകുന്നുവെന്നാണ് UN-ൽ തൂഫാനുൽ അക്സയ്ക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ പ്രതിനിധി പ്രഖ്യാപിച്ചത്. പക്ഷേ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം 143 രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടും അതിൽ ചില യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടും പ്രമേയം പാസാക്കിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ UN-ൽ ഇസ്രായേലിൻ്റെ പ്രതിനിധി എടുത്ത മാപ്പ് ആരുടേതാണ്? യഹ്യ സിൻവാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫോട്ടോവാണ്. ഈ മനുഷ്യൻ ഞങ്ങളുടെ പദ്ധതി തകർത്തിരിക്കുകയാണ്, ഇസ്രായേലിൻ്റെ സ്വസ്ഥത തകർത്തിരിക്കുകയാണ്. ആരാണ് യഹ്യ സിൻവാർ? 460 കൊല്ലം ഇസ്രായേൽ തടവറയിൽ ശിക്ഷ വിധിച്ച, ഇരട്ടി ജീവപര്യന്തം ശിക്ഷിച്ച, അങ്ങനെ ജീവിതകാലം മുഴുവൻ ജയിലിൽ തടക്കാൻ വേണ്ടി ഇസ്രായേൽ വിധിച്ച ഒരു മനുഷ്യൻ ഇസ്രായേലിന് ഗത്യന്തരമില്ലാതെ മോചിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ മോചിപ്പിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ഇസ്രായേൽ സൈന്യത്തോട് പറയുന്ന വാക്കുണ്ട്, തമാശയിലാണെങ്കിലും ആ വാക്ക്, ഇനി എൻ്റെ കാലം
ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു കാലമുണ്ട്, നിങ്ങളുടെ സൈനികരെയും ബന്ദികളെയും മോചിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്നൊരു കാലം വരുമെന്നാണ്. ആ കാലം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ 10 ദിവസം വെടിനിർത്തൽ ഖത്തറിൻ്റെ മധ്യസ്ഥയിൽ ഏർപ്പെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒപ്പുവെച്ച നേതാവി ആരാണ്? യഹ്യ സിൻവാർ എന്ന് പറയുന്ന മേധാവിയാണ്. 460 കൊല്ലം ഇസ്രായേൽ തടവിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ്റെ ഒപ്പിലാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി അദ്ദേഹത്തിന് അംഗീകാരം നൽകാൻ. ഏത് ഇസ്രായേൽ? 430ഓളം UN കരാറുകൾ പുല്ല് വില കൽപ്പിക്കാതെ പിച്ച് ചീന്തിയ ലോകത്തെ ചട്ടമ്പിരാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തങ്ങളുടെ തടവറയിലും മദീനതയിലുമുള്ള ഒരു മനുഷ്യൻ്റെ ഒപ്പിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കേണ്ടി വന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹ്യ സിൻവാറിൻ്റെ ആത്മകഥ ഇവിടെ ഈ അടുത്ത് മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് മസ്ജിദുൽ അക്സയും ഫലസ്തീൻ്റെയും രാഷ്ട്രഭൂമികയെ ലോക ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പ്രതിഷ്ഠിച്ചതെന്ന ചരിത്രവും ആത്മകഥാനുഭവം അംശവുമുള്ള അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ഫലസ്തീനിയുടെയും ജീവിത യാഥാർത്ഥ്യം മുള്ളുപോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുന്നിൽ അത് പൊലിപ്പിച്ചു നിൽക്കുകയാണ്. യഹ്യ സിൻവാറിൻ്റെ ആത്മകഥയാണ് യഥാർത്ഥത്തിൽ അത്. പക്ഷേ അത് രാഷ്ട്രീയ ചരിത്രമാണ്, ഫലസ്തീൻ്റെ ചരിത്രമാണ്. എങ്ങനെയാണ് ഫലസ്തീൻ്റെ ചരിത്രം അദ്ദേഹം വിശദീകരിക്കുന്നത്? ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവും അദ്ദേഹത്തിൻ്റെ മതപാഠശാലയിലെ അധ്യാപകനുമായി ഖുദ്സ് കാണാൻ പോകുന്ന ഒരു ചരിത്രമാണ്. ജെറൂസലമിലേക്ക് മസ്ജിദുൽ അക്സ കാണാൻ പോകുന്ന ചരിത്രമാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ഖുദ്സിൻ്റെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ ഖുദ്സിൻ്റെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് മസ്ജിദുൽ അക്സയിലെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി ലോകത്തെ മുഴുവൻ അമ്പിയാക്കളും മഅ്മൂമായി ലോകത്തൊരൊറ്റ സ്ഥലത്ത് മാത്രമാണ് നമസ്കരിച്ചിട്ടുള്ളത്. അതാണ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പ്രത്യേകതകൾ. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, സിദ്റത്തുൽ മുൻതഹിലേക്കും ബൈത്തുൽ മഅ്മൂറിലേക്കും, അതായത് സ്വർഗ്ഗലോകത്തേക്ക് പ്രവാചകൻ ഭൂമിയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് മസ്ജിദുൽ അക്സയിൽ വെച്ചാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ചേർക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലെ ഇടത്താവളമാണ് മസ്ജിദുൽ അക്സ എന്ന് അദ്ദേഹം ചേർക്കുകയാണ്. ആ വാക്കാണ് യഹ്യ സിൻവാറിനെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനും ഖുദ്സിൻ്റെ മോചനത്തിനും വേണ്ടി ചെറുത്തുനിൽപ്പിൽ പ്രസ്ഥാനത്തിൽ അംഗമാകാനും സജീവമാകാനും പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം വരച്ചിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലെ ഭൂമിയിൽ ഇടത്താവളമാണ് മസ്ജിദുൽ അക്സ എന്ന പ്രയോഗം. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഖുദ്സ് എന്ന് പറയുന്നത് വിശ്വാസപരമായി, രാഷ്ട്രീയമായി, അതുപോലെ തന്നെ സാമൂഹികവും ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യപൂർവ്വം ലോകത്ത് സ്മരിക്കുന്ന ഒരു കേന്ദ്രമാണ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത്. ഇന്ന് ലോകമെല്ലാം അവരുടെ ആത്മീയമായ മനസ്സ്, ചരിത്രം, അതുപോലെ തന്നെ ആത്മീയമായ അവരുടെ ഐക്യപ്പെടലുകൾ കഅബയുടെ ചാരത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ലോകത്തിൻ്റെ രാഷ്ട്രീയമായ ദിശ മുഴുവൻ നിർണയിച്ചു കൊണ്ടിരിക്കുന്നത് മസ്ജിദുൽ അക്സയാണ്. അപ്പോൾ മസ്ജിദുൽ അക്സയുടെ മോചനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ രാഷ്ട്രീയമായ വിമോചനത്തിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ പറയുന്നത്, മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് കേവലമായ ഒരു ആരാധനാലയമല്ല. അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത് കേവലമായൊരു രാജ്യത്തിൻ്റെ മോചനത്തിനുള്ള പോരാട്ടമല്ല, അത് ലോകത്തെ അതിൻ്റെ ഇമാജിനേഷനെ മാറ്റിത്തീർന്ന ഒരു പോരാട്ടമാണ്. ലോകം ഖുദ്സിനെ സെൻട്രൽ പോയിൻ്റായി സ്വീകരിക്കുന്ന ഒരു പോരാട്ടമാണ്. അതുപോലെ തന്നെ ഖുദ്സ് കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ ഭാവനകളെ സൃഷ്ടിക്കുന്ന ഒരു പോരാട്ടമാണ്. ഫലസ്തീനും മസ്ജിദുൽ അക്സയും ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പോരാളികളെയും യഥാർത്ഥത്തിൽ ചേർത്ത് നിർത്തുന്ന ലോകത്ത് പുതിയൊരു രാഷ്ട്രീയ ഭൂപടം തീർക്കുന്ന പോരാട്ടമാണ്. അതുകൊണ്ട് മസ്ജിദുൽ അക്സയെ സെൻട്രൽ പോയിൻ്റാക്കി നിർണയിക്കുന്ന ഭാവനകളും അതുപോലെ രാഷ്ട്രീയ ഭൂപടങ്ങളും രാഷ്ട്രീയ അധികാര ക്രമങ്ങളും എന്ന് പറയുന്നത് ഇന്നത്തേതുപോലെ ആയിരിക്കില്ല. അതിന് ചില മാറ്റങ്ങളുണ്ട്. അത് നീതിയിൽ അധിഷ്ഠിതമായ, സത്യത്തിലും നന്മയിലും നേരിലും അധിഷ്ഠിതമായ ചില മൂല്യങ്ങൾ അതിനുണ്ട്. ആ മൂല്യങ്ങളെ കാത്തു നിൽക്കാനാണ് ഹജറുൽ അസ്വദിൻ്റെ ചാരത്ത് വിശ്വാസി സമൂഹമെല്ലാം തിരക്ക് കൂട്ടി കാവൽ നിൽക്കുന്നത് പോലെ
പലസ്തീനിലെ പോരാളികൾ ഈ മണ്ണിൻ്റെ മോചനത്തിനു വേണ്ടി പോരാടുന്നത്, ഈ മണ്ണിൻ്റെ മോചനത്തിനു വേണ്ടി കാവൽ നിൽക്കുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ്. വടക്കൻ ഗസയിലെ മറിയമുണ്ട്, മഹ്മൂദ് റമദാനുണ്ട്, ഖലീൽ അബൂ യഹ്യയുണ്ട്, അങ്ങനെ ധാരാളം പേരുകൾ. ഇവരെല്ലാം 9 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ലോകത്തെ പിടിച്ചു കുലുക്കിയ മഹാന്മാരല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഓരോ വാക്കുകൾ, അവരുടെ ഓരോ നിലപാടുകൾ ലോകത്തെ ഏറ്റവും മഹത്തായ പോരാട്ടത്തിൻ്റെ ഇന്ധനങ്ങളാണ്. മഹ്മൂദ് റമദാൻ എന്ന് പറയുന്ന 9 വയസ്സുകാരനായ കുട്ടി ഖുർആൻ മുഴുവൻ ഹിഫ്ള് ചെയ്ത ആളാണ്. ഖുർആൻ ഭാഗികമായോ മുഴുവനായോ ഹിഫ്ള് ചെയ്തവരാണ് ഗസയിൽ 60% ജനങ്ങളുമെന്ന് പറയുന്നത്. ഖുർആനിനോടുള്ളവരുടെ സ്നേഹം ലോകത്തെ വേറെ ഒരു ജനതക്കുമില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. വിശുദ്ധ ഖുർആനുമായി ഏറ്റവും വൈകാരികമായ അടുപ്പം വെച്ച് പുലർത്തുന്ന ജനതയാണ് അവർ. അതുകൊണ്ടാണ് ജനിച്ച കുട്ടികൾ 7 വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ 9 വയസ്സാകുമ്പോഴേക്കും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. മഹ്മൂദ് റമദാൻ കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്. അതിഥിയായി മഹ്മൂദ് റമദാൻ കുവൈത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് തൂഫാൻ ലക്സയും സംഭവ വികാസങ്ങളും അരങ്ങേറുന്നത്. അപ്പം മഹ്മൂദ് റമദാൻ പറയുന്നുണ്ട്, കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ ആദരവ് ഞാൻ സ്വർഗത്തിൽ വെച്ച് ഏറ്റുവാങ്ങാം. ഞാൻ ഈ മണ്ണിന് വേണ്ടി രക്തസാക്ഷിയാവാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞ കുട്ടിയുടെ വയസ്സ് 9 വയസ്സാണ്. അതുപോലെ തന്നെ മറിയമെന്ന് പറയുന്ന ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ജീവിക്കുന്ന 7 വയസ്സുകാരിയായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വിലപിച്ചുകൊണ്ട്, അത് കരഞ്ഞുകൊണ്ട്, വിതുമ്പിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. എനിക്ക് ഉപ്പയില്ല, ഉപ്പ രക്തസാക്ഷിയാണ്, പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ ഉപ്പയില്ല, അതുപോലെ ഉമ്മയില്ല, എനിക്ക് പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. എൻ്റെ കൂടെ കളിക്കേണ്ട 2 സഹോദരങ്ങളും രക്തസാക്ഷികളാണ്. ഞാൻ ഏകയായി അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയാണ്. എന്നിട്ട് ആ കുട്ടി വിതുമ്പി കരയുന്നുണ്ട്. കരയുന്ന കുട്ടിയോട് പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്, മോളെ, ഈ വിഷമത്തിന് സമാനതകളില്ല, സങ്കടങ്ങൾക്ക് സമാനതകളില്ല, ഇത് മറക്കാൻ നീ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ 7 വയസ്സുകാരിയായ കുട്ടി പറയാൻ, ഓരോ 6 ദിവസം കൂടുമ്പോഴും ഖുർആൻ മുഴുവൻ ഞാൻ പാരായണം ചെയ്തു തീർക്കുമെന്നാണ്, ഖതമുൽ ഖുർആൻ ചെയ്തു തീർക്കുമെന്നാണ്. ഇത് പറഞ്ഞ കുട്ടിയുടെ പ്രായം 7 ഖലീൽ അബൂ യഹ്യ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രായം 8 വയസ്സാണ്. ആ കുട്ടി എന്താണ് പറയുന്നത്? ആ കുട്ടി പറയുന്നത്, ഞങ്ങൾ ഒരടി മുന്നോട്ട് ഇവിടെ നിന്ന് ഈ നാട് വിട്ടു പോവുകയില്ല. ഇസ്രായേൽ ഈ നാട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരടി ഞങ്ങൾ ഈ നാട് വിട്ടു പോകുകയില്ല. ഞങ്ങൾ ഒന്നെങ്കിൽ ഇവിടെ രക്തസാക്ഷികളാകും, ഇല്ലെങ്കിൽ ഖുദ്സിൽ ഞങ്ങൾ സുജൂദ് ചെയ്യും. അതാണ് ഖലീൽ അബൂ യഹ്യ. ഇത് പറയുന്ന കുട്ടിയുടെ പ്രായം 8 വയസ്സാണ്. ലോകത്തെ വലിയ വലിയ ഭരണാധികാരികൾ, ലോകത്തെ വലിയ വലിയ സംവിധാനങ്ങൾ, നീതിന്യായ വ്യവസ്ഥകളെല്ലാം വിറങ്ങലിച്ചുന്ന സമയത്ത് ലോകത്തെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ കാവൽ നിൽക്കുന്ന അനേകം മാധ്യമപ്രവർത്തകരുണ്ട്. അവരാരും 48 മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. 48 റെപ്യൂട്ടഡായ മാധ്യമപ്രവർത്തകർ ഗസയുടെ ഭൂമിയിൽ രക്തസാക്ഷികളായി വീണിട്ടുണ്ട്. അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി യൂറോപ്പ് ശബ്ദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലോകത്ത് കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനങ്ങളും അവർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല. അങ്ങനെ തീർത്തും ലോകത്തിൻ്റെ മൗനമെന്ന അന്യായത്തിൻ്റെ കൂടെ നിന്ന് വളർന്ന ഒരു ജനത ലോകത്ത് സ്വയം നീതിയുടെ കവാടങ്ങൾ തുറക്കുകയാണ്. ലോകത്ത് സ്വയം അവരുടെ ചെറുത്തുനിൽപ്പിൻ്റെ വാതായനങ്ങൾ തുറക്കുകയാണ്. ലോകത്ത് സ്വയം അവരുടെ വിമോചനത്തിൻ്റെ പടപ്പാട്ടുകൾ സ്വന്തം ചോര കൊണ്ട് എഴുതുകയാണ്. അവരുടെ ഐക്യദാർഢ്യപ്പെടേണ്ടത് ലോകത്തെ നീതിബോധമുള്ള മനുഷ്യരുടെ കടമയാണ്. ലോകത്തെ നീതിബോധമുള്ള, ലോകത്തെ മനുഷ്യാവകാശത്തെയും പൗരാവകാശത്തെയും കുറിച്ച് വാചാലരാകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മനുഷ്യാവകാശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ പൗരാവകാശ ബോധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ നീതിബോധമുണ്ടെന്ന് പരിശോധിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ മനുഷ്യത്വമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്, നിങ്ങൾ എത്ര അടുത്ത് ഫലസ്തീനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പരിശോധിച്ചിട്ടാണ്. അല്ലാത്തൊരു മനുഷ്യനും നീതിബോധമുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഈ കാലത്ത് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ എന്ന് പറയുന്നത് നമ്മുടെ നീതിബോധത്തെ അളക്കുന്ന ഒരു മാപ്പിനിയാണ്. ലോകത്തെ രാഷ്ട്രീയ ബോധത്തെ അളക്കുന്ന മാപ്പിനിയാണ്. ലോകത്തെ അക്രമത്തെയും അനീതിയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ, നീതിയെയും അതുപോലെ തന്നെ ലോകത്തെ സാമൂഹ്യ ക്രമത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാപ്പിനിയാണ്. ആ മാപ്പിനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യരെ നമ്മൾ
അറിഞ്ഞാദരിക്കുകയും ഐക്യദാർഢ്യപ്പെടുകയും ചെയ്തില്ലെങ്കിൽ ലോകത്തെ ഏത് മനുഷ്യരോടാണ് നമുക്ക് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുക? ലോകത്തെ ഏത് മനുഷ്യരെയാണ് നമുക്ക് നെഞ്ചോട് ചേർത്ത് നിർത്താൻ കഴിയുക? അതുകൊണ്ട് നമുക്കറിയാം, അറബ് പണ്ഡിതന്മാർ, വലിയ വലിയ ആളുകൾ, അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ഖത്തീബാണ് ഉമർ സുലൈമാൻ എന്ന് പറയുന്ന ഖത്തീബ്. അദ്ദേഹത്തിൻ്റെ ഖുതുബയുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ. ഇസ്തിഖാമത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഖുതുബയാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്ന് പറയും. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് ജനത അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അവസാനത്തെയും ആദ്യത്തെയും ഉത്തരമാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഗസയെ കുറിച്ച് പറയാൻ, ഗസയെ കുറിച്ച് നിനക്കെന്തറിയാം എന്ന് ലോകത്തോട് അദ്ദേഹം ചോദിക്കുകയാണ്. ഗസയെ കുറിച്ച് നിനക്കെന്തറിയാം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രവാചകന്റെ ഒരു ഇസ്തിഖാമത്തുണ്ട്. അതൊരു ഇസ്തിഖാമത്ത് രാത്രി അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഇമാം ബൂസൂരി പറഞ്ഞതുപോലെ കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ച പ്രവാചകൻ, അത് പ്രവാചകന്റെ ഇസ്തിഖാമത്തിന്റെ ഉദാഹരണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പോലും സങ്കടപ്പെട്ട് ആവലാതിപ്പെട്ട് ചോദിച്ചു പോയ, എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ട ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി തിരുമേനി പറഞ്ഞ ഇസ്തിഖാമത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ രൂപമാണ് പ്രവാചക തിരുമേനി. അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപം നമുക്കറിയാം. ഉഹുദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വീണ് കിടന്നപ്പോൾ ശത്രുക്കൾ അധിനിവേശം അതിൻ്റെ പാരമ്യതയിലെത്തിയ സമയത്ത് മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ച് പരക്കം പഴിഞ്ഞ സമയത്ത് വാളെടുത്തുകൊണ്ട് നബി തിരുമേനി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അന നബിയുൻ ലാ കദീബ് അന ബിനു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടാൻ വീണ് കിടക്കുന്നിടത്ത് പറന്നു വന്ന ഒരു നിസ്സഹദാർഢ്യത്തിൻ്റെ ഉടമ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന നിവാസികളെല്ലാം ഭയന്ന് പരിഭ്രാന്തിയോടുകൂടി എന്ത് സംഭവിച്ചു എന്നറിയുന്ന വലിയൊരു ശബ്ദം കേട്ട് ഉറക്കം എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. എവിടെ നിന്നാണ് ഈ സ്ഫോടനം കേട്ടത്? എല്ലാവരും പരിഭ്രാന്തരായി സ്ഫോടനം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ചലിച്ചപ്പോൾ അവിടെ നിന്നൊരാൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സമാധാനമായി പുറകെ ഉറങ്ങിക്കോളൂ, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ആദ്യം നേരിടാൻ മുന്നിട്ടിറങ്ങുന്ന ഇച്ഛാശക്തി. ഖന്തക്കിൽ വിശപ്പിൻ്റെ ഇസ്തിഖാമത്ത് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ ഏറ്റവും വലിയ പട്ടിണി കിടന്ന് പാറ പൊട്ടിക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യം കാണിച്ച ഇസ്തിഖാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം അത് പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഖാമത്ത് രാത്രി അന്ത്യാമങ്ങളിൽ അല്ലാഹുവിനെ മാത്രം ഓർത്ത് നമസ്കരിച്ച് കണ്ണീരൊഴുക്കുന്ന ഗസയിലെ ആളുകൾ തകർക്കപ്പെട്ട എല്ലാ പള്ളികളെയും വീണ്ടും പള്ളികളായി ആരാധന കൊണ്ട്, കെട്ടിടങ്ങളില്ല അവിടെ, മിനാരങ്ങളില്ല അവിടെ, അതുപോലെ തന്നെ ബാങ്ക് പള്ളി മുടക്കുന്ന സ്പീക്കറുകളോ അതുപോലെ സംവിധാനങ്ങളോ ഇല്ല. പക്ഷെ പൊളിഞ്ഞു വീണ പള്ളിയുടെ കെട്ടിടങ്ങളുടെ ചാരത്ത് സുജൂദ് ചെയ്തുകൊണ്ട് മിനാരങ്ങളെക്കാൾ വലിയ മിനാരങ്ങളും അതുപോലെ തന്നെ ബാങ്കിനേക്കാൾ വലിയ ബാങ്കൊലികളും മുഴക്കാൻ വിശ്വാസശക്തി കൊണ്ട് തയ്യാറായ ജനസമൂഹം. ആരാധന കൊണ്ട് കാലിൻ്റെ ഞരമ്പ് പൊട്ടിപ്പോകുന്നത് പോലെ അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്തിഖാമത്തിൻ്റെ ഒരു രൂപം. മറ്റത് അന നബിയുൻ ലാ കദീബ് അന ബിനു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോരാടാൻ ചങ്കൂറ്റം കാണിച്ച, പോരാടാൻ നിശ്ചയദാർഢ്യം കാണിച്ച പ്രവാചകന്റെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും വഴി സ്വീകരിച്ച ഒരു ജനത. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയുടെ നടുത്തളത്തിലും ബിഷപ്പിൻ്റെ പാരമ്യതയിലെത്തുമ്പോഴും ഔന്നിത്യവും ഔചിത്യവും ഒരുപോലും കഴിവിടാത്ത മനുഷ്യർ. അതാണല്ലോ ഖാലിദ് മുശ്അൽ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിലെ 7 വയസ്സുകാരനായ ഒരു കുട്ടിയും ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനമന്ത്രിയായ ഇസ്മായിൽ ഹനിയയും ഒരുപോലെ ഔന്നിത്യം കാണിക്കുന്ന പ്രദേശമാണ് ഗസ. 100-200 ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ 201-ാമത്തെ ആൾ കുട്ടിയാണ്. ഭക്ഷണം തീർന്നുപോയി. ആ കുട്ടിയുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ റൊട്ടിയില്ല. പക്ഷെ അപ്പുറത്തെ കുട്ടിയുടെ പാത്രത്തിൽ നിന്ന് റൊട്ടിയും ഈ കുട്ടി തട്ടിപ്പറിക്കില്ല, അവനോട് യാചിക്കില്ല. പട്ടിണി കൊണ്ട് 3-4 ദിവസമായി പട്ടിണി കിടക്കുന്ന കുട്ടിയും അപ്പുറത്തെ ഭക്ഷണത്തിൻ്റെ കൈ നീട്ടാത്ത ഔന്നിത്യമുണ്ടല്ലോ, ആ ഔചിത്യമുണ്ടല്ലോ. ഇസ്മായിൽ ഹനിയയുടെയും ഖാലിദ് മുശ്അലിൻ്റെയും ഔചിത്യം അതിനോട് സമാനമാണ്. അങ്ങനെ ഭൂമിയിൽ പട്ടിണി കിടക്കുന്നവനും ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യരും ഒരുപോലെ ഔചിത്യം കാണിക്കുന്ന പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അത് ഇസ്തിഖാമത്തിൻ്റെ പാരമ്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നല്ലദീന ഖാലു
റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു എന്ന് പറഞ്ഞ സുമ്മസ്തഖാമു എന്നതിൻ്റെ ജീവിക്കുന്ന ലൈവായ ഉദാഹരണമാണ് ഗസ എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും മുഹമ്മദ് മുസ്തഫയുടെ ഇസ്തിഖാമത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് ഗസയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ജനത വിജയിക്കും, ആ ജനത വിജയിക്കും തീർച്ചയാണ്. ഖുദ്സിൽ അവർ സുജൂദ് ചെയ്യും. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതിയെ തകർക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ പിറന്ന മണ്ണിന് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് 24/7 കാവൽ നിൽക്കാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പട്ടിണിയുടെ ഹന്തക്ക് കുഴിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, യജൂജിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ ഇരുമ്പ് മതിലും അതുപോലെ ലോഹമതിൽ തീർത്ത ദുൽഖറിന്റെ നിശ്ചയദാർഢ്യം ആ ജനതക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും വലിയ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രം ഈ മൂവർണ്ണ കൊടിയിലൂടെ അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളിലൂടെ ലോകത്തവർ പുലർത്തുക തന്നെ ചെയ്യും. അത് ഫലസ്തീനികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിജ്ഞയാണ്, വിശ്വാസത്തിന്റെ പ്രതിജ്ഞയാണ്, ലോകത്തെ ദൈവം തമ്പുരാന്റെ നടപടിക്രമത്തിന്റെ പ്രതിജ്ഞയാണ്. വലം തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിന്റെ നടപടിക്രമത്തിന് നിങ്ങൾക്കൊരു മാറ്റവും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മാ കാനൂ യഹ്ദറൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പേടിച്ചു വിറച്ച ഫിർഔനെയും ഹാമാനെയും നമുക്കറിയാം. ആധുനിക ഫിർഔൻമാർ, നമ്രൂദുമാർ, ഹാമാന്മാർ ഇടവും വലവും നിന്ന് ലോകത്ത് അധികാരത്തിൻ്റെ മുഴുവൻ അപ്പകഷ്ണങ്ങളും സ്വന്തമാക്കി ഔദാര്യം പോലെ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്ത് ജനങ്ങളുടെ ഇല്ലായ്മ ആഘോഷമാക്കി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വംശീയതയുടെയും വേരുകൾ ഈ രാജ്യത്തിൻ്റെ സിരകളിൽ പടർന്നു പന്തലിക്കാൻ വേണ്ടി രാവും പകലും പ്രസംഗിച്ചു നടന്നവർ ക്യാമറയുടെ മുന്നിലേക്ക് പോലും തല ഉയർത്തി നോക്കാൻ കഴിയാത്ത വിധം തല താഴ്ത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ, എന്താണോ ഫിർഔനും ഹാമാനും നമ്രൂദും കാണരുത് എന്ന് വിചാരിച്ചത് അത് അവരുടെ കൺമുന്നിൽ കാണിച്ചിട്ടല്ലാതെ ലോകത്ത് ദൈവം തമ്പുരാന്റെ ജഗന്യന്താവിൻ്റെ നടപടിക്രമങ്ങൾ ലോകത്ത് പൂർത്തിയാവില്ല. അത് നെതന്യാഹുവിന് ഭാഗ്യമാണ്. ആദ്യം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ കാവൽക്കാരനാണ് എന്നാണ്, പിന്നെ പറഞ്ഞു രാജ്യത്തിൻ്റെ സെർവൻ്റാണ്, അവസാനം പറഞ്ഞത് എന്താണ്? അന റബ്ബുക്കുമുൽ അഅ്ല മാ ലക്കും മിൻ ഇലാഹിൻ ഗൈരി. ഞാൻ ദൈവം തന്നെയാണെന്നാണ് പറഞ്ഞത്. ദൈവം തന്നെയാണെന്ന് പറഞ്ഞവർക്ക് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ, അവർക്ക് എന്താണോ അവർ ഭയപ്പെട്ടത് അത് അവരുടെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കും എന്നതിന് ശേഷമാണ് അവരുടെ പര്യവസാനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഏത് ഏകാധിപതികൾക്കും പാഠമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ ഗുണപാഠമാണ്. ഫലസ്തീൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കമാണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത്. ജബലിയയിലെ 987 ശൈഖ് അഹ്മദ് യാസീന്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പൂർത്തീകരണമാണ് ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ. തൂഫാൻ അഖ്സയിൽ പങ്കെടുത്തവർ മുഴുവൻ ആ അഭയാർത്ഥി ക്യാമ്പിലുള്ളവരാണ്. ആരുടെ അഭയാർത്ഥി ക്യാമ്പാണ്? തല മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ രൂപമായ ശൈഖ് അഹ്മദ് യാസീന്റെ അഭയാർത്ഥി ക്യാമ്പാണ് ജബലിയ എന്ന് പറയുന്നത്. ആ നിശ്ചയദാർഢ്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഇസ്രായേലിനെ ഇന്നും വിരളി പിടിപ്പിക്കുന്ന പരിഭ്രാന്തി പിടിക്കുന്ന ആക്രമണത്തിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള, അതൊരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, ഒരു ജനതക്ക് തലനിവർത്തി നിന്ന് ശ്വാസം വലിക്കാനുള്ള, ഒരു ജനതക്ക് തലനിവർത്തി നിന്ന് അവരുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാഷ്ട്രീയ നിലപാടുകളും പ്രഖ്യാപിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. ലോകത്തെ ചെറുപ്പം മുഴുവൻ ചേർന്ന് നിൽക്കുകയാണ്. ആ ചെറുപ്പത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യ ക്യാമ്പ് എന്ന് പറയുന്നത്, ഈ ഐക്യദാർഢ്യ വേദി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന ആർജവത്തിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉപാധികളില്ലാതെ ആ ജനതയെ ചേർത്ത് നിർത്തുക, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ആ മനുഷ്യർ ലോകത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നത് മാത്രമാണ്, ഞങ്ങളെ സഹായിക്കുമെന്നതല്ല. അബൂ ഉബൈദയായാലും ശൈഖ് അഹ്മദ് യാസീൻ ആയാലും അത് ഇസ്മായിൽ ഹനിയായാലും അതുപോലെയുള്ള അവരുടെ നേതാക്കന്മാർ മുമ്പ് കഴിഞ്ഞു പോയതും ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുമെല്ലാം ലോകത്തോട് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൺകുളി
കൺകുളിർമയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ കൈ ഉയർത്തിയാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് ആ സഹോദരന്മാരെ നമ്മൾ ഓർക്കുക. അതവരോടുള്ള നീതിയാണ്. ലോകത്തെ മുഴുവൻ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെയും സ്വന്തം പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് സാഹോദര്യബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് കൺകുളിർമയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ശത്രുക്കളെ ഗുണപാഠമാകുന്ന രീതിയിൽ അള്ളാഹു നശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റുന്ന ജഗന്നിയന്താവ് കാരുണ്യക്കടലായ റബ്ബ് അല്ലാഹു അവരുടെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തെ വേഗത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ അതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ المستضعفين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المستضعفين في غزة اللهم انصرهم نصرا عزيزا اللهم عجل بنصرهم يا قوي يا قهار اللهم دمر اليهود وأعوانهم اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم يا ذا الجلال والإكرام. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين.